നമസ്കാരം. പിണറായി വിജയൻ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ പ്രൊപ്പഗണ്ട വഴിയാണ്, പ്രചരണം വഴിയാണ്. ഒന്നും ചെയ്യില്ല, പക്ഷേ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കും. അങ്ങനെ അവർ പലരെയും കബളിപ്പിക്കുന്നു. സാധാരണ മനുഷ്യർ ഇതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നും. അതുപോലെ തന്നെ ഇവർ ഈ പ്രൊപ്പഗണ്ട പേപ്പർ വർക്കുകൾ ചെയ്തിട്ട് ദേശീയ അന്താരാഷ്ട്ര അവാർഡുകൾ വാങ്ങും. പലപ്പോഴും അവാർഡുകൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. അവർ പ്രായോഗികമായി എന്തു ചെയ്യുന്നു എന്നല്ല നോക്കുന്നത്, എത്ര പേപ്പർ വർക്കുകൾ ഉണ്ട് എന്നതാണ്. ഇപ്പം മാധ്യമപ്രവർത്തകരുടെ അവാർഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് മാത്രമേ നോക്കൂ, അല്ലാതെ പ്രവൃത്തിയുടെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. സർക്കാരിന് അതിനുള്ള സംവിധാനമുണ്ട്, പ്രോജക്റ്റ് മാനേജർമാരുണ്ട്. അവർ കൃത്യമായി പേപ്പർ വർക്കുകൾ ചെയ്ത് ആദരവും അംഗീകാരവും കൈപ്പറ്റും. ഇതാണ് സർക്കാരിൻ്റെ പ്രത്യേകത. അന്താരാഷ്ട്ര പുരസ്കാരം പോലും അവർക്ക് കിട്ടും. ഒരു അന്താരാഷ്ട്ര ഏജൻസിക്കോ എന്തിനേറെ കേന്ദ്ര സർക്കാർ ഏജൻസിക്കോ കേരളത്തിൽ വന്ന് ഇവർ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇവർ പണ്ടേ നിർത്തിപ്പോയ ഈസ് ഓഫ് ബിസിനസ് പുരസ്കാരം നേടിയെടുത്തത്. അങ്ങനെ ഒരു പുരസ്കാരം ഇപ്പോഴില്ല. അത് തട്ടിപ്പ് നടത്താൻ എളുപ്പമാണെന്നറിഞ്ഞ് പണ്ടേ നിർത്തിക്കളഞ്ഞതാണ്. അവരുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയ സംസ്ഥാനമാണ് കേരളം. എന്ന് മാത്രമല്ല 2 മിനിറ്റ് കൊണ്ട് ഇവിടെ ബിസിനസ് തുടങ്ങാം. ഇതൊക്കെ പേപ്പറിൽ മാത്രമാണ്, യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് ശശി തരൂരിന് പോലും മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടാക്കി എന്നതാണ് CPM-ന്റെ മികവ്. ഞാൻ അതിൻ്റെ കാരണങ്ങളൊക്കെ പണ്ടേ വിശദീകരിച്ചിരുന്നു. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി അതിന് പ്രചരണം കൊടുത്ത് അടിമകളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത് ആഘോഷമാക്കി അവർ വിജയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ തനി നിറം തുറന്നു കാട്ടുന്നവരെ അവർ ശത്രുക്കളെ കരുതും. ഏത് തരത്തിൽ വേണമെങ്കിലും വേട്ടയാടി ഇല്ലാതാക്കാൻ നോക്കും. മറുനാടനെ പൂട്ടാൻ വേണ്ടി അവർ രംഗത്തിറങ്ങിയതിൻ്റെ ചരിത്രം ഇനി ആവർത്തിക്കേണ്ടതില്ല. ജനങ്ങളുടെ പിന്തുണയും നിയമത്തിൻ്റെ പരിരക്ഷയും ദൈവാനുഗ്രഹവും ഉണ്ടായിരുന്നതുകൊണ്ട് മറുനാടൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പക്ഷേ നിരവധി ചെറുകിട ഓൺലൈൻ പോർട്ടലുകൾ, യൂട്യൂബ് ചാനലുകൾ വലിയ തോതിൽ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. പലതവണ ഇവരൊക്കെ ജയിലിലായിട്ടുണ്ട്. ഇതൊന്നും ആരും അറിയുക പോലുമില്ല. സർക്കാരിനെ നിരന്തരമായി വിമർശിക്കുന്ന മലപ്പുറംകാരനായ ഒരു യൂട്യൂബറുണ്ട്, സാബു കൊട്ടോട്ടി എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. മലപ്പുറത്തെ AR നഗറിലാണ് ഈ സാബു കൊട്ടോട്ടി ജീവിക്കുന്നത്. അയാളുടെ പേര് യഥാർത്ഥത്തിൽ നവാസ് എന്നാണ്. അയാൾ ഒരു കൗൺസിലറാണ്, ട്രെയിനറാണ്. നവാസ് പിന്നീട് സാബു കൊട്ടോട്ടി എന്ന തൂലികാനാമം സ്വീകരിച്ചാണ് കളത്തിലിറങ്ങി പ്രവർത്തനം നടത്തുന്നത്. കൗൺസിലിങ്ങിനും ട്രെയിനിങ്ങിനുമൊപ്പം യൂട്യൂബർ എന്ന നിലയിൽ വിവിധ വിഷയങ്ങളിൽ അയാൾ പ്രതികരണം നടത്താറുണ്ട്. ഇദ്ദേഹം സർക്കാരിൻ്റെ നോട്ടപ്പുള്ളിയാണ്. കാരണം കർശനമായി സർക്കാരിനെ വിമർശിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നാടകീയമായി മഫ്തിയിൽ പോലീസ് ഇയാളുടെ വീട്ടിലെത്തുന്നു. പോലീസ് താഴെ വന്നു. മഫ്തിയിലാണ്. മകൻ വന്ന് പറഞ്ഞു ഉപ്പയെ കാണാൻ ആരും എത്തിയിരിക്കുന്നുവെന്ന്. താഴെ വന്നപ്പോൾ ആദ്യത്തെ ചോദ്യം നവാസ് അല്ലേ എന്ന്. അപ്പോഴേ സാബുവിന് മനസ്സിലായി ഔദ്യോഗിക നാമം വിളിക്കണമെങ്കിൽ ഇത് സന്ദർശകരല്ല, പോലീസാണെന്ന്. ഒടുവിൽ അവർ പറഞ്ഞു ഞങ്ങൾ പോലീസ് തന്നെയാണ്, വരണം, ഞങ്ങളുടെ കൂടെ ഒരു കേസുണ്ട്. കേസ് വിശദാംശങ്ങൾ പോലും പറയുന്നില്ല. അപ്പോഴേക്കും പോലീസ് ഓടിയെത്തി വീടിന് ചുറ്റും കാവലേർപ്പെടുത്തി സാബുവിനെ കൊണ്ടുപോയി. ഫോണും പിടിച്ചെടുത്തു. വീട്ടുകാരോട് അറസ്റ്റ് ചെയ്ത് പോവുകയാണ് എന്നും പറഞ്ഞു. ആരെ വിളിക്കണം, എന്ത് ചെയ്യണം, എന്താണ് കേസെന്ന് പോലും സാബുവിന് മനസ്സിലായില്ല, വീട്ടുകാർക്ക് മനസ്സിലായില്ല. നേരെ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് മുമ്പാണ് കസബ പോലീസ് സ്റ്റേഷനിൽ സാബുവിനെ എത്തിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ സാബുവിനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. കൂട്ടിക്കൽ ജയചന്ദ്രൻ പ്രതിയായിരിക്കുന്ന പോക്സോ കേസിനെ കുറിച്ച് സാബു നടത്തിയ ഒരു വിലയിരുത്തലാണ് ഈ കേസിന് ആധാരമായിരിക്കുന്നത്. കൂട്ടിക്കൽ ജയചന്ദ്രൻ നിരപരാധിയാണെന്നും അയാൾ ഒരു വ്യാജ കേസിൽ പെട്ടുപോയതാണ് എന്നുമായിരുന്നു സാബുവിൻ്റെ നിലപാട്. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് എനിക്ക് നിശ്ചയവുമില്ല. ഈ വീഡിയോയ്ക്കിടയിൽ ഇരയെ മനസ്സിലാക്കുന്ന തരത്തിൽ ചില സൂചനകൾ സാബു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് സാബുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്. ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ സാബുവിനെ ഇരുത്തി. പിന്നീട് കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് കോടതിയിലേക്ക് പോയി. ജുവനൈൽ ജസ്റ്റിസ് കോടതി സാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ശനിയും ഞായറും അവധി ആയതുകൊണ്ട് പിന്നെ സാബുവിൻ്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാവൂ എന്ന വാശിയിലായിരുന്നു അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷേ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശനിയാഴ്ച ജാമ്യ ഹർജി നൽകി. ശനിയാഴ്ച തന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നു. പക്ഷേ അനാവശ്യമായി സാബു ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇവിടെ അനാവശ്യമായി എന്ന് പറയുന്നത് ഒരു ദിവസം പോലും സാബുവിനെ ജയിലിൽ അടയ്ക്കാൻ പാടില്ലായിരുന്നു. സാബു കുറ്റകൃത്യം ചെയ്തെങ്കിൽ പോലും. പോക്സോ കേസിലെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ ആ കുറ്റം തെളിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ 6 മാസമാണ്. 3 വർഷത്തിൽ താഴെ തടവുള്ള ഒരു കുറ്റകൃത്യത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളുടെ അവകാശമാണ് ജാമ്യം. അതാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നാൽ ജയിലിലാവാൻ പാടില്ല. ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്താൽ മാത്രമേ റിമാൻഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് ജാമ്യം കിട്ടിയാൽ മാത്രമേ വരാം. ജാമ്യവുമായി ബന്ധപ്പെട്ട നിയമം പറയുന്നത് ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ ജാമ്യം അക്യൂസ്ഡിന്റെ, കുറ്റാരോപിതന്റെ അവകാശമാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ
ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജാണ്. അവർക്ക് കൊടുക്കാതിരിക്കാം, കൊടുക്കാം. പക്ഷേ ജാമ്യമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ജാമ്യത്തിന് അവകാശമുണ്ട്. ഇത് ബോധപൂർവം ഇയാൾ ജയിലിലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവിടെ പോക്സോ കോടതി ഉണ്ടായിട്ടും അവിടെ ഹാജരാക്കാതെ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ കൊണ്ടുപോയത്. വാസ്തവത്തിൽ ബോധപൂർവം ഒരു ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് കൂടി ചേർക്കുക. 4 നിയമപ്രകാരമുള്ള 4 വകുപ്പുകൾ ബോധപൂർവം പോലീസ് ചുമത്തി. BNSലെ 72(1) ഇരയുടെ പേര് വെളിപ്പെടുത്തുന്ന കുറ്റകൃത്യം, അത് ജാമ്യമുള്ള വകുപ്പാണ്. അത് കുറ്റം തെളിഞ്ഞാൽ 2 വർഷമാണ് തടവ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 74 കുറ്റകൃത്യം തെളിഞ്ഞാൽ 6 മാസമാണ് തടവ്. പോക്സോ കേസിലെ 23(4) കുറ്റകൃത്യം തെളിഞ്ഞാൽ 6 മാസമാണ് തടവ്. കേരള പോലീസ് ആക്ടിലെ 120(O) അത് പിഴയടച്ച് തീരുന്ന കേസുകൾ. ഇങ്ങനെ 4 വകുപ്പുകളാണ് ചുമത്തിയത്. ഈ എല്ലാ വകുപ്പുകളിലെയും കുറ്റകൃത്യം ജാമ്യമുള്ളതാണ്. പോക്സോ കേസിലെ കാര്യം മാത്രമാണ് കൃത്യമായി നിയമത്തിൽ പറയാത്തത്, ജാമ്യമുണ്ടോ ഇല്ലയോ എന്നത്. എന്നാൽ അങ്ങനെ വ്യക്തമായി ഒരു നിയമത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, ജാമ്യം ഉണ്ട് ജാമ്യം ഇല്ല എന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഒരു അനക്ഷർ ഉണ്ടാവും. അനക്ഷറിലെ തീരുമാനം 3 വർഷത്തിൽ താഴെയാണ് തടവെങ്കിൽ ജാമ്യമുണ്ട് എന്നാണ് വിശദീകരിക്കേണ്ടത്. ഇങ്ങനെയായിട്ടും ജൂറിസ്ഡിക്ഷനിൽ വരാത്ത ഒരു കോടതിയിൽ കൊണ്ടുപോയി സാബുവിനെ ജയിലിൽ അടച്ചത് ഒരു ഗൂഢാലോചനയാണ്. സാബുവിനെ കൊണ്ടുപോകേണ്ടിയിരുന്നത് പോക്സോ കോടതിയിലാണ്. പോക്സോ കോടതി സ്പെഷ്യൽ കോടതിയാണ്. ബോധപൂർവം ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ കൊണ്ടുപോയി. ജുവനൈൽ ജസ്റ്റിസ് കോടതി വാസ്തവത്തിൽ ജുവനൈൽസിന്റെ കുറ്റകൃത്യങ്ങൾ, പ്രായപൂർത്തിയാകാത്തവരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കോടതിയാണ്, അല്ലാതെ പ്രായപൂർത്തിയാവരെ കൊണ്ടുപോകുന്ന കോടതിയല്ല. യഥാർത്ഥത്തിൽ സാബുവിനെ ജയിലിൽ അടയ്ക്കുന്ന ലക്ഷ്യത്തിലാണ് ബോധപൂർവം കോടതി മാറ്റി കൊണ്ടുപോയതും സാബുവിനെ റിമാൻഡ് ചെയ്തതും. ഗൂഢാലോചനയാണ്, സംശയം വേണ്ട. സാബുവിനെ ജാമ്യം കൊടുത്തുകൊണ്ട് അഡീഷണൽ സെഷൻസ് ജഡ്ജ് പുറപ്പെടുവിച്ച വിധിയിൽ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. ഓൺ പെരീഷ്യൽ ഓഫ് ദി ബെയിൽ ആപ്ലിക്കേഷൻ ആൻഡ് ഫ്രം ദി കേസ് റെക്കോർഡ്സ് ഇറ്റ് ഈസ് revealed that offense under section 72(1) of BNS, section 120 of KP Act and section 74 of JJ Act are bailable in nature. കോടതി കൃത്യമായി പറഞ്ഞു 3 വകുപ്പുകളെയും bailable ആണ്. Now coming to section 23 of the POCSO Act, the maximum punishment prescribed therein shall not be less than 6 months but which may extend to 1 year or with fine or both. There is no doubt that the offense under section 23 of the POCSO Act is serious offense. However, the question whether the offense is bailable or non-bailable is not determined by seriousness of the crime, but by reference to the statutory provisions. Admittedly, under the POCSO Act, the offense under section 23 is not classified as bailable or non-bailable. If the said act does not declare a particular offense as bailable or non-bailable, reference has to be made to the schedule attached to the BNSS. Part 2 of the first schedule deals with the classification of offenses of the other law. The same say that if the offense is punishable with imprisonment for less than 3 years or with fine only, the offense is bailable or non-cognizable. Section 23 of the POCSO Act provides imprisonment of either description for a period of which shall not be less than 6 months but which may extend to 1 year or with the fine. In such circumstances, section 23 of the POCSO Act comes under the classification of bailable. അത് കൃത്യമായി കോടതി പറയുന്നുണ്ട്. ഈ പോക്സോ ആക്ട് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഷെഡ്യൂളിൽ പറയുന്നത് 3 വർഷത്തിൽ താഴെയാണ് തടവെങ്കിൽ ബെയിലബിൾ ആണ് എന്നാണ്. ഇത് 6 മാസമാണ് തടവ്, അതുകൊണ്ട് ബെയിലബിൾ ആണ് എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തു. പക്ഷേ ഇതിനിടയിൽ ഒരു ദിവസം അനാവശ്യമായി ഒരു കൗൺസിലറായ, ഒരു ട്രെയിനറായ സാബു എന്ന് പറയുന്ന നവാസ് അനാവശ്യമായി ജയിലിൽ കിടന്നു. ഇതിനാരുത്തരം പറയും? പിണറായിയുടെ പകയ്ക്ക് സാബു ഇരയായതാണ്. സാബുവിന് 1-ലധികം ദിവസം ജയിലിൽ ഇടാനായിരുന്നു പദ്ധതിയെങ്കിലും ആ അഡീഷണൽ സെഷൻ ജഡ്ജ് നിയമം കൃത്യമായി പരിശോധിച്ച് ജാമ്യം കൊടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ ഒരു ദിവസം അയാളുടെ മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കി അയാളെ ജയിലിൽ അടച്ചതിൻ്റെ ഉത്തരവാദി ആരാണ്? കേരള പോലീസ് പിണറായിക്ക് വേണ്ടി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അനേകം ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. ഇങ്ങനെ എത്രയോ നിരപരാധികളെ അവർ ദിവസവും ജയിലിൽ അടയ്ക്കുന്നു. ആരുമൊന്നും ചോദിക്കില്ല എന്നതാണ് അവരുടെ വിശ്വാസം. എന്നാൽ സാബു കൊട്ടോട്ടി ഇത് വെറുതെ വിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളുടെ മൗലികാവകാശം നിഷേധിച്ചതിനെ, ഒരു ദിവസം അയാളെ ജയിലിൽ അടച്ചതിനെ നഷ്ടപരിഹാരം വാങ്ങി മാത്രമേ സാബു പോരാട്ടം അവസാനിപ്പിക്കാവൂ. ഒപ്പമുണ്ട് ഞങ്ങളും.